ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡിലൂടെ സകലതും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയും, ആകർഷിക്കുവാൻ കഴിയും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളത് ചെയ്തിട്ടുമുണ്ട്. കുറേയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിലൂടെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ശീലമാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിലേക്ക് ഈ സമ്പൽ സമൃദ്ധി കടന്നു വരും എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആത്മീയമായ തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും വാഗ്ദത്തങ്ങളിലെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ പ്രപഞ്ചം തരും, അല്ലെങ്കിൽ ദൈവം തരും. അതുപോലെ തന്നെ നന്ദിയുള്ളവന് ധാരാളമായി കൊടുക്കപ്പെടും. എന്നാൽ നന്ദിയില്ലാത്തവന് അവൻ്റെ ഉള്ളതും കൂടി എടുത്ത് നന്ദിയുള്ളവർക്കായി കൊടുക്കപ്പെടും എന്നൊക്കെ നമ്മുടെ ബൈബിളിലും മറ്റ് മഹത് ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണാറുണ്ട്. ഫ്രണ്ട്സ്, സയന്റിഫിക്കലി ഇതിൻ്റെ ഒരു തിയറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെയുള്ള സകലതിനും അതിൻ്റേതായിട്ടുള്ള ഒരു എനർജി ഉണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും എനർജി ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആ സാഹചര്യങ്ങൾക്ക് പോലും, അല്ലെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങൾക്ക് പോലും അതിൻ്റേതായിട്ടുള്ള എനർജി ഉണ്ടെന്നൊക്കെ ഞാനിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മൊത്തത്തിലുള്ളൊരു ഫ്രീക്വൻസി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ വൈബ്രേറ്റ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഫ്രീക്വൻസിയാണ്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഫ്രീക്വൻസി. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വൈബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഫ്രീക്വൻസിയാണ്. ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാകട്ടെ, അതിൻ്റെയൊക്കെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എവിടെയാണെന്നറിയോ? ഇതിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. അതിപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന വെൽത്ത് ആകാം, ഹെൽത്ത് ആകാം, ഇനിയിപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾ, ഇപ്പം കാറോ വീടോ അല്ലെങ്കിൽ ഒരു പേഴ്സണോ, എന്ത് തന്നെയാണെങ്കിലും ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഫ്രീക്വൻസിക്ക് താഴെയാണ്. അപ്പോ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നിരന്തരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ഒന്നിനെയും ചേസ് ചെയ്ത് പോകേണ്ടി വരുന്നില്ല. അതായത് നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ എന്തിനെയാണ് ചേസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കാർ വേണം, നമ്മൾ അതിനെ ചേസ് ചെയ്യുന്നു. നമുക്കൊരു വീട് വേണം, നമ്മൾ അതിനെ ചേസ് ചെയ്യുന്നു. നമുക്ക് നല്ല ഹെൽത്ത് വേണം, അല്ലെങ്കിൽ നമുക്ക് നല്ല വെൽത്ത് വേണം. ഇതിനെയൊക്കെ നമ്മൾ ചേസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ, നമ്മുടെ പൊസിഷൻ ഇവിടെയാണെങ്കിൽ നമ്മൾ ഇതിനെ ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ വ്യക്തി എന്ന് പറയുന്നത് നേരെ ഇവിടെ എത്തിക്കഴിഞ്ഞാലോ, അതായത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെതായിട്ടുള്ള ഈ ഫ്രീക്വൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ നിരന്തരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ആവുന്നു. മൈ ആറ്റിറ്റ്യൂഡ് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ്. അങ്ങനെ ആ പറയുന്ന ആ ഒരു നിമിഷം മുതൽ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസിക്ക് താഴെയാണ് ബാക്കിയുള്ളതെല്ലാം. അത് വെൽത്ത് ആകട്ടെ, ഹെൽത്ത് ആകട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്ന കാറോ വീടോ പ്രോപ്പർട്ടീസോ ഓർണമെന്റ്സോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം ഈ ഗ്രാറ്റിറ്റ്യൂഡ് താഴെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വളരെ താഴെ ലെവലിൽ, അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസിയിൽ കിടന്ന നമ്മൾ ഓരോരുത്തരും ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെതായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്തുമ്പോൾ ഡയറക്റ്റ് ഇവിടെയാണ് എത്തുന്നത്, അല്ലെ? ഈ ഒരു വ്യക്തി ഇവിടെ എത്തുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് എന്ത് ഇദ്ദേഹം ആഗ്രഹിക്കുന്നോ അതെല്ലാം ഇയാളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഇയാളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു നോക്കിയേ, ഈ ഒരു ഭാഗത്തായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇവയെ ചേസ് ചെയ്യുകയാണ്. എന്നാൽ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോൾ, നമ്മളെ ഇവയെല്ലാം ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവയെല്ലാം ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? നമ്മളിലേക്ക് ഇത് കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ ഒരു മെത്തേഡ് ഇതാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് വരുമ്പോൾ അതിനോടൊപ്പം തന്നെ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ലവ്, സ്നേഹം, അല്ലെ? മതഗ്രന്ഥങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരെയും സ്നേഹിക്കുക, എപ്പോഴും സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. സ്നേഹം സ്നേഹം സ്നേഹം, നന്ദി നന്ദി നന്ദി. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ഈ ആത്മീയമായിട്ടുള്ള ലെവലിൽ ചിന്തിക്കുമ്പോൾ ആ പുസ്തകങ്ങളിൽ, അല്ലെങ്കിൽ ആത്മീയ ഗ്രന്ഥങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നത് സ്നേഹത്തെക്കുറിച്ചും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചുമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് എല്ലാവരോടും സ്നേഹം മാത്രമായിരിക്കും. എല്ലാവരിലെയും നല്ല വശം മാത്രമേ, അതായത് നന്ദി അർപ്പിക്കുവാനുള്ള എന്ത് കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ച് മാത്രമേ അയാൾ ചിന്തിക്കുകയുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിയെ വെറുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല.
ആ വ്യക്തിയുടെ നല്ല ഭാഗം കണ്ട് നന്ദി അർപ്പിച്ച് അദ്ദേഹത്തെ സ്നേഹിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ്, ലവ്, ഈ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനത്തിനെ നമുക്ക് അട്രാക്ട് ചെയ്യുവാൻ കഴിയും. അല്ലാത്ത പക്ഷം നമ്മൾ അവയുടെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന വെൽത്തിൻ്റെ പുറകെ നമ്മളിങ്ങനെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോഴോ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഫ്രീക്വൻസിയാണ്. നമ്മളിലേക്ക് ഇവയെല്ലാം ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നന്ദി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അത് ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നന്ദി പറയുന്നു എന്ന് പറയുന്നത് അതൊരു സ്വാർത്ഥതാ മനോഭാവത്തോടെ നമ്മൾ ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെയാകരുത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നന്ദിയുടേതായിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക്, മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. തീർച്ചയായും പതുക്കെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സകലതും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ശീലമാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും, അതുപോലെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ഗോഡ് ബ്ലസ് യു.